ഹായ് എവ്രി വൺ. അപ്പോൾ CMA ഇൻ്റർമീഡിയറ്റ് എക്സാം ജൂൺ 2025 എഴുതുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന ഒരു പേപ്പർ ഉണ്ട്. അതായത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഒരു പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. സോ ഈ ഒരു പേപ്പർ എങ്ങനെ പഠിക്കണം എന്നുള്ളത് പൊതുവിൽ എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. കമ്പാരിറ്റീവ്ലി ഒരു ഈസി പേപ്പറാണ്, പക്ഷേ നമുക്ക് ലെങ്തിയാണ്. അതായത് 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. സോ ലെങ്തിയാണ്, ഒപ്പം സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിന് റെലവൻസ് കൊടുക്കണം, ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഇനി ഫർദറായിട്ട് ബാക്കിയുള്ള 7 സബ്ജക്റ്റിനുമുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കാര്യങ്ങളൊക്കെ കമൻസ് ആയിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊരു സബ്ജക്റ്റ് പറയുവാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനകത്തുള്ള ആ ഒരു 15 ചാപ്റ്റേഴ്സിൽ ഏതൊക്കെ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും, എക്സംഷൻ കിട്ടും എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാം. സോ ഏറ്റവും ആദ്യം നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ട ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. കാരണം ഈ കഴിഞ്ഞ 4 അറ്റംപ്റ്റിൽ, അതായത് നമ്മുടെ സിലബസ് 2016 ആയിരുന്നു പണ്ടത്തെ സിലബസ്, അതിനുശേഷം 22 സിലബസ് വന്നു. അപ്പോൾ സിലബസ് മാറിയതിന് ശേഷം 4 തവണയാണ് എക്സാം നടന്നത്. 4 അറ്റംപ്റ്റിലാണ് എക്സാം നടന്നത്. ആ 4 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓരോ സബ്ജക്റ്റിൽ ഓരോ പേപ്പേഴ്സിന് ഒരു വെയിറ്റേജ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടുമാണ് ഞാൻ ഈ പറഞ്ഞ ഒരു മാർക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 4 അറ്റംപ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ കഴിഞ്ഞ 4 അറ്റംപ്റ്റിൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 12 മാർക്കിന് ഡിസ്ക്രിപ്റ്റീവിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, 70 മാർക്ക് ഡിസ്ക്രിപ്റ്റീവും 30 മാർക്ക് MCQ ആണ്. 30 മാർക്ക് MCQ എന്ന് പറയുമ്പോൾ അതിനകത്ത് 15 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. ഇതൊക്കെ അറിയാലോ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ 12 മാർക്കിന് ഈ ചാപ്റ്ററിൽ നിന്നുണ്ടായിരുന്നു. ഒരു MCQവും ചോദിച്ചു. ഒരു MCQ എന്ന് പറയുമ്പോൾ 2 മാർക്കാണ്. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ടോട്ടൽ 14 മാർക്കിന് കഴിഞ്ഞ 4 അറ്റംപ്റ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടായിരുന്നു. 14 മാർക്കിന് തുടർച്ചയായിട്ട് ചോദിച്ചു കഴിഞ്ഞ 4 അറ്റംപ്റ്റിൽ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കംപ്ലീറ്റ് തിയറി ആയിട്ടുള്ളൊരു ഏരിയ ആണ്. സോ ഇതിൽ തെറ്റൊന്നും വരില്ല. നമ്മൾ പഠിച്ചതുപോലെ എഴുതി കഴിഞ്ഞാൽ കറക്റ്റ് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണ്. മാത്രമല്ല ഈ ചാപ്റ്റർ പൊതുവിൽ എല്ലാവരും പാടെന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. തിയറിയാണ്, പഠിക്കാൻ പാടെന്ന് പറഞ്ഞ് തള്ളിക്കളയാറുണ്ട്. പക്ഷേ ശരിക്കും നിങ്ങളിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രിഫറൻസ് കൊടുക്കുന്നത് ഇതായിരിക്കും. കാരണം സിമ്പിളാണ്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക. കാരണം എനിക്ക് തോന്നുന്നു ഒരു കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് 7ഓ 8ഓ വരെ മാത്രമേ നമ്മൾ ശരിക്കും ഒരു കൺസെപ്റ്റ് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞ് 9 തൊട്ട് 24 24 ഉണ്ട്. ആ 9 മുതൽ 24 വരെയും സെയിം ആണ്. ഹെഡിങ്സ്, ആ പേര് മാത്രം നിങ്ങൾ സ്റ്റാൻഡേർഡിൻ്റെ പേര് മാത്രം പഠിച്ചാൽ മതി. ബാക്കി അതിനകത്തുള്ള കണ്ടൻറ്റ് സെയിം ആണ്. ബാക്കി ആ ഒരു 8 സ്റ്റാൻഡേർഡ്സ് ഡീറ്റെയിലിംഗ് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ആ 9ാമത്തെ സ്റ്റാൻഡേർഡ് തൊട്ട് 24 വരെ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഒരേ സെൻറ്റൻസ് ആണ്. അതിൽ ആ നെയിം മാത്രം, സ്റ്റാൻഡേർഡ്സിൻ്റെ നെയിം മാത്രം മാറ്റിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ അതെന്ത് ചെയ്യാം, പഠിക്കുക. ഏറ്റവും പ്രിഫറൻസ് കൊടുത്ത് ആദ്യം ആ ഒരു ചാപ്റ്റർ പഠിക്കുക. എല്ലാ അറ്റംപ്റ്റിലും 12 മാർക്സ് ഡിസ്ക്രിപ്റ്റീവും 2 മാർക്ക് MCQനും വരുന്നതാണ്. നെക്സ്റ്റ് ചാപ്റ്ററാണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററുമാണ്. അതെല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് വരാറുണ്ട്. ആദ്യത്തെ അറ്റംപ്റ്റ്, ജൂണിൽ അറ്റംപ്റ്റ്, സിലബസ് മാറിയ ഉടനെ അവർക്ക് കറക്റ്റ് ഒരു പാറ്റേൺ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഡിസംബർ 2023 തൊട്ടാണ് അവർ കറക്റ്റ് പാറ്റേണും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തത്. സോ അതിനുശേഷം എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് ചോദിച്ചു. ആ ഒരു മാറിയ ഉടനെ ചോദിച്ചപ്പോൾ 8 മാർക്കിനാണ് ചോദിച്ചത്. സോ എങ്ങനെയായാലും കഴിഞ്ഞ 4 അറ്റംപ്റ്റിൽ 7 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ് കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്. സ്കിപ്പ് ചെയ്യരുത്, സിമ്പിൾ ചാപ്റ്ററുമാണ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും അത് പഠിക്കാം. പിന്നെ നിങ്ങൾ നോക്കേണ്ടത് ഓപ്പറേഷൻ കോസ്റ്റിംഗ്. വളരെ സിമ്പിളാണ്. ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് 4 കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പാസഞ്ചർ ട്രാൻസ്പോർട്ട്, ഗുഡ്സ് ട്രാൻസ്പോർട്ട്, ഹോട്ടൽസ്, ഹോസ്പിറ്റൽസ്. ഈ 4 കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ സിമ്പിളാണ്. വളരെ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് മാത്രം ഒന്ന് അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. ഒരു ചെറിയൊരു ഇക്വേഷനും ഉണ്ട്. അത് അറിഞ്ഞു വെച്ചാൽ ഈ ചാപ്റ്റർ വളരെ സിമ്പിളാണ്. എല്ലാ അറ്റംപ്റ്റിലും നോക്കിക്കേ 7 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് മാത്രമേ 8 ഉള്ളൂ. പിന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് 7 മാർക്കിന് ചോദിക്കുന്നുണ്ട്. സോ ഒരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ കൂടിയാണിത്. നെക്സ്റ്റ് പറയുന്നത് ഓവർ ഹെഡ്സ് ആണ്. ഓവർ ഹെഡ്സ് എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ഫസ്റ്റിൽ മാത്രം 8ന് ചോദിച്ചു. സോ ഉറപ്പാണ് 7 മാർക്കിന് ഓവർ ഹെഡ്സ് ഉണ്ടാവും. ഓവർ ഹെഡ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല ശരിക്കും. അപ്പോൾ എല്ലാ അറ്റംപ്റ്റിലും ഓവർ ഹെഡ്സ് ചോദിക്കാറുണ്ട്. പിന്നെ റാൻഡമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓവർ ഹെഡ്സിൽ നിന്ന് MCQ വരാറുണ്ട്. അപ്പോൾ കൺസിസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ആഡ് ചെയ്യാത്തത്. പക്ഷേ റാൻഡമായിട്ട് ചോദിക്കാറുണ്ട്. അങ്ങനെ എല്ലാ അറ്റംപ്റ്റിലും ചോദിച്ചിട്ടില്ല, പക്ഷേ 3 അറ്റംപ്റ്റിലോ 2 അറ്റംപ്റ്റിലോ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഒരു ചാപ്റ്റർ 7 മാർക്ക് ഡിസ്ക്രിപ്റ്റീവിൽ വെയിറ്റേജ് ഉണ്ട്. MCQ നിങ്ങൾ പോട്ടെ, ഞാൻ നിങ്ങളോട് എടുത്ത് പറയാം
പറയുകയാണ്, നിങ്ങൾ MCQ വലിയ റെലവൻസ് കൊടുക്കണ്ട. നിങ്ങൾ മെയിൻ ഫോക്കസ് ഡിസ്ക്രിപ്റ്റീവിന് കൊടുക്കുക. കാരണം ഡിസ്ക്രിപ്റ്റീവ് നന്നായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ MCQ ഷുവറായിട്ട് അതിൽ നിന്ന് എഴുതാൻ പറ്റും. കാരണം ഒരു ചാപ്റ്റർ നമ്മൾ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് MCQ സിമ്പിളായിട്ട് എഴുതി കൂടെയാണ്. അപ്പോൾ MCQന് വേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട. ഡിസ്ക്രിപ്റ്റീവ് പഠിക്കുക, അതിനൊപ്പം MCQ കിട്ടിക്കോളും. MCQ 15 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 8 എണ്ണം സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ബാക്കി നമുക്ക് പോണെങ്കിൽ പോട്ടെ, 8 ക്വസ്റ്റ്യൻസ് കിട്ടും, 16 മാർക്ക് സുഖമായിട്ട് കിട്ടും. സോ അതിന് വേണ്ടി പ്രത്യേകം പ്രിപ്പറേഷൻസ് വേണ്ട. നിങ്ങൾ എപ്പോഴും ഡിസ്ക്രിപ്റ്റീവിന് ഫോക്കസ് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ളതിന് ഞാനൊരു ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ ഓവർ ഹെഡ്സ് എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കുന്നതാണ് 7 മാർക്കിന്. പിന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വളരെ സിമ്പിളാണ്. മെറ്റീരിയൽ വേരിയൻസും ലേബർ വേരിയൻസും മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് ചോദിക്കും. അതുപോലെ എല്ലാ അറ്റംപ്റ്റിലും ഒരു MCQവും ചോദിക്കാറുണ്ട്. ഒരു MCQ ഇതിൽ നിന്ന് വരാറുണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വരുന്നതാണ്. 2 മാർക്ക് അതും കിട്ടും. അങ്ങനെ ടോട്ടൽ 9 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. പിന്നെ വന്നിട്ട് ബഡ്ജറ്റാണ്. ബഡ്ജറ്റിനകത്ത് നമുക്ക് ഏകദേശം ഒരു 6-7 ടൈപ്പ് ബഡ്ജറ്റ്സ് പഠിക്കാനുണ്ട്. ജസ്റ്റ് വളരെ സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിൽ ഫ്ലെക്സിബിൾ, അല്ലാതെ പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, മാസ്റ്റർ ബഡ്ജറ്റ്, സെയിൽസ് ഓവർ ഹെഡ് ബഡ്ജറ്റ്സ്, പിന്നെ ക്യാഷ് ബഡ്ജറ്റ്. എനിക്ക് തോന്നുന്നു ക്യാഷും ഫ്ലെക്സിബിളും ആണിങ്ങനെ, പ്രൊഡക്ഷനും ആണിങ്ങനെ മാറി മാറി ചോദിക്കുന്നത്. മെറ്റീരിയൽ ഉണ്ട്, പർച്ചേസ് ഉണ്ട്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ വലിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും കാര്യത്തിൽ അത് വളരെ സിമ്പിളാണ്. അത്രയും സിമ്പിൾ ചാപ്റ്ററാണ്. എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും നോക്കിക്കോളാം. പിന്നെ മാർജിനൽ കോസ്റ്റിംഗ് പറ്റി പറയുവാണെങ്കിൽ കുറച്ചധികം ഇക്വേഷൻസ് നമുക്കതിൽ പഠിക്കാനുണ്ട്. പക്ഷേ സിമ്പിളാണ്. അതായത് ചെയ്ത് നോക്കിയൊരു നമുക്കതിൻ്റെ ആ ഒരു കറക്റ്റ് ത്രില്ല് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ചെയ്യും. ആ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക, ക്വസ്റ്റ്യൻ്റെ ഒരു ഫ്ലോയിലേക്ക് വരിക, കറക്റ്റ് ആ ഒരു ഓർഡർക്ക് വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ പക്ഷേ ഇങ്ങനെ കൺസിസ്റ്റൻ്റ് അവർക്കൊരു ക്വസ്റ്റ്യൻ മോഡലില്ല. അവരിങ്ങനെ മാറി മാറിയേ ചോദിക്കാറുള്ളത്. പക്ഷേ എങ്കിലും നമുക്ക് ആ കൺസെപ്റ്റൽ ക്ലാരിറ്റി ആ ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് പഠിച്ച് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് അതിൽ നിന്ന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ 7 മാർക്കിന് വന്നു, പിന്നെ 14 വന്നു, പിന്നെ 7 വന്നു, ലാസ്റ്റ് അറ്റംപ്റ്റിൽ 14 വന്നു. സോ ഈ ഒരു അറ്റംപ്റ്റിൽ 7 മാർക്കാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ 14 വരാം. ഓക്കെ, പിന്നെ ഒരു MCQ എല്ലാ അറ്റംപ്റ്റിലും കൺസിസ്റ്റൻ്റ് ആയിട്ടും വരാറുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് 10 മാർക്ക് ഷുവർ ഷോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അത് നോക്കാം. നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിനകത്ത്, ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററിനകത്ത് 2 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന് തിയറിയും ഒന്ന് കോസ്റ്റ് ഷീറ്റുമാണ്. തിയറി എന്ന് പറഞ്ഞാൽ പക്കാ തിയറി, അതിനകത്ത് വേറെ പ്രോബ്ലംസ് കാര്യങ്ങളോ ഒന്നുമില്ല. തിയറി എല്ലാ അറ്റംപ്റ്റിലും 5 മാർക്കിന് ചോദിക്കാറുണ്ട്. എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കാറുണ്ട്. കോസ്റ്റ് ഷീറ്റ് എല്ലാ അറ്റംപ്റ്റിലും 7 മാർക്കിന് ചോദിക്കാറുണ്ട്. ഇത് രണ്ടും ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസ് ആണ്. സോ തിയറിയിൽ നിന്ന് 5 ചോദിക്കാറുണ്ട്, കോസ്റ്റ് ഷീറ്റിൽ നിന്ന് 7 ചോദിക്കാറുണ്ട്. സോ നമുക്ക് ടോട്ടലായിട്ട് ഡിസ്ക്രിപ്റ്റീവിൽ നിന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 12 മാർക്ക് കിട്ടും. മാത്രമല്ല MCQ 3 എണ്ണം ചോദിക്കാറുണ്ട്, 3 ക്വസ്റ്റ്യൻസ്, അതായത് 6 മാർക്കും കിട്ടാറുണ്ട്. സോ ടോട്ടൽ 18 മാർക്ക് വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആരും അത് സ്കിപ്പ് ചെയ്യരുത്. തിയറി അല്ലേ, കോസ്റ്റ് ഷീറ്റ് വളരെ സിമ്പിളാണ്. തിയറിയും വളരെ സിമ്പിളാണ്, കുറച്ച് കാര്യങ്ങളെ പഠിക്കാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ 3 MCQവും കിട്ടും. സോ റെലവൻസ് ഉള്ളൊരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ. പിന്നെ മെറ്റീരിയൽ കോസ്റ്റ്, അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ 7 വന്നു, പിന്നെ ഉണ്ടായിരുന്നില്ല, പിന്നെ 7 ചോദിച്ചിട്ടുണ്ട്. പിന്നെ 2 മാർക്ക് എല്ലാ അറ്റംപ്റ്റിലും MCQവും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഒരു അറ്റംപ്റ്റിൽ ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാ അറ്റംപ്റ്റിലും ഉണ്ടായിരുന്നു. സോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്, ഇമ്പോർട്ടൻറ്റുമാണ്, സിമ്പിളുമാണ്. പിന്നെ എംപ്ലോയി കോസ്റ്റ്, അതും ഈ പറഞ്ഞ പോലെ 3 അറ്റംപ്റ്റിൽ ചോദിച്ചു, ഒരു അറ്റംപ്റ്റ് ചോദിച്ചിട്ടില്ല. ഒരു MCQ എല്ലാ അറ്റംപ്റ്റിലും വരാറുണ്ട്. സോ അത് നോക്കി വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 ചാപ്റ്റേഴ്സും നോക്കണം, മെറ്റീരിയലും എംപ്ലോയിയും നോക്കണം. പ്രോസസ് കോസ്റ്റിംഗ് ഇതുപോലെ 3 അറ്റംപ്റ്റ് ചോദിച്ചു, ഒരു അറ്റംപ്റ്റ് ചോദിച്ചിട്ടില്ല. സോ ഈ അറ്റംപ്റ്റ് ചോദിക്കാതിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. ടോട്ടൽ 15 ചാപ്റ്റേഴ്സ് ഉള്ളതിൽ നിന്ന് ഈ പറഞ്ഞ 11 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും 100 മാർക്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് തെറ്റുകളുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. തെറ്റുകളൊക്കെ നമുക്കൊന്ന് റിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഷുവറായിട്ട് നമുക്ക് ഈ പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ 70 to 80 മാർക്ക് പോട്ടെ, 60 to 70 മാർക്ക് ഉറപ്പായിട്ട് കിട്ടും. ഓക്കെ, ഈ പറഞ്ഞ ഇത്രയും ചാപ്റ്റർ, ഈ 11 ചാപ്റ്റർ നിങ്ങൾ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് 100 മാർക്കിന് അറ്റൻഡ് ചെയ്യാം. തെറ്റുകളൊക്കെ ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം ഷുവറായിട്ടൊരു 65-80 മാർക്കിനുള്ളിൽ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്രയും നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് കൂടുതൽ കിട്ടും. ഇനി നമുക്ക് തെറ്റുകളൊക്കെ ഉണ്ടാവും. ഞാൻ അതുകൊണ്ടൊരു ആവറേജ് സ്റ്റുഡൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഡിഡക്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു 70-75 മാർക്ക് ഷുവറായിട്ട് കിട്ടുന്നൊരു ഏരിയ ആണ് ഈ ഒരു ഇത്രയും ഇതെന്ന് പറയുന്നത്. നിങ്ങൾ ഇതിൽ തന്നെ നോക്കിക്കേ, ഈ പറഞ്ഞ 8 ചാപ്റ്റർ എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കുന്നതാണ്. ഏതൊക്കെയാണ്? നമ്മുടെ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, കോൺട്രാക്റ്റ് കോസ്റ്റിംഗ്, ഓപ്പറേഷൻ കോസ്റ്റിംഗ്, ഓവർ ഹെഡ്സ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ്സ്, മാർജിനൽ, ഇൻട്രൊഡക്ഷൻ, ഈ പറഞ്ഞ 8 ചാപ്റ്ററും എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇതിൽ നിന്ന് നമുക്ക് 14 മാർക്ക്, ഇതിൽ നിന്ന് 7, അതുപോലെ ഇതിൽ നിന്ന് ഈ പറഞ്ഞ കോൺട്രാക്റ്റ്, ഓപ്പറേഷൻ, ഓവർ ഹെഡ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്റ്, മാർജിനൽ, ഇതിലെല്ലാം 7 ആണ് അല്ലേ. നമുക്ക് ഇതിൽ നിന്ന് 2 കൂടി തന്നെ 40 മാർക്കോളം കിട്ടുന്നുണ്ട്.
അല്ലേ? ഇത് ഈ പറഞ്ഞ ഒരു 14 മാർക്ക് ഇവിടെ നിന്ന് വരുന്നുണ്ട്, ഇവിടെ നിന്ന് ഏകദേശം ഒരു 18 വരുന്നുണ്ട്. സോ അവിടെ തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു മാർക്കായി അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 8 ചാപ്റ്റർ ആദ്യം റെലവൻസ് കൊടുത്ത് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ മെറ്റീരിയലും ലേബർ കോസ്റ്റ് അല്ലെങ്കിൽ എംപ്ലോയി കോസ്റ്റും പഠിക്കുക. ദെൻ പ്രോസസ് കോസ്റ്റിംഗ്. ഇത് മൂന്നും നിങ്ങൾ ഇതിപ്പോൾ 8 എണ്ണം പഠിക്കുമല്ലേ, ഇത് 3 എണ്ണം വേണ്ട എന്ന് കരുതി ആരും സ്കിപ്പ് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സാണ്. സോ അതുകൊണ്ട് അതും കൂടി നോക്കുക. അപ്പോൾ 15 ചാപ്റ്റർ ഉണ്ട്. അതിൽ നിന്ന് ഈ 11 ചാപ്റ്റർ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് 80 മാർക്ക് എന്തായാലും മേടിക്കാൻ പറ്റും. ഓക്കെ. MCQ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളങ്ങനെ വലിയ പ്രിഫറൻസ് MCQന് അങ്ങനെ കൊടുക്കണം എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ഈ ഡിസ്ക്രിപ്റ്റീവ് പഠിച്ചാൽ മതി. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ അറ്റംപ്റ്റിലും ചോദിക്കുന്നത് മാത്രം ഞാനിവിടെ MCQ എടുത്തിട്ടുണ്ട്. അല്ലാതെ റാൻഡമായിട്ട് ചോദിക്കുന്നത് എടുത്തിട്ടില്ല. പക്ഷേ ഇതൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് കോസ്റ്റിങ്ങിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കോസ്റ്റിംഗ് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ല എളുപ്പമാണ്. എല്ലാ ക്വസ്റ്റ്യനും ചെയ്യുക, ഒരു ക്വസ്റ്റ്യനും സ്കിപ്പ് ചെയ്യരുത്. എല്ലാം മാക്സിമം കിട്ടുന്ന എല്ലാം ചെയ്യുക. പ്രീവിയസ് ഇയർ 4 അറ്റംപ്റ്റും ചെയ്ത് വേണം ഓരോ ചാപ്റ്ററും ക്ലിയർ ചെയ്യാനായിട്ട്. മാക്സിമം നോട്ട് കീപ്പ് ചെയ്യണം. ഓരോ ചാപ്റ്ററിൻ്റെയും നോട്ട്സ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, പ്രീവിയസ് ഇയർ ഉണ്ടാവണം. അപ്പോൾ എക്സാമിൻ്റെ തലേന്ന് റിവിഷൻ ചെയ്യുമ്പോഴായാലും മുന്നേ റിവിഷൻ ചെയ്യുമ്പോഴായാലും നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ ഇത്രയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിനെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം എടുത്തൊരു ടേബിളാണിത്. അല്ലാതെ എൻ്റെ സ്വന്തം പ്രിഫറൻസിനൊന്നും എടുത്തതല്ല. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി റെലവൻസ് നോക്കി എടുത്തൊരു ഏരിയ ആണ്. ഏതൊക്കെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 11 ചാപ്റ്ററിൽ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ പഠിച്ചു നോക്കൂ. ഷുവറായിട്ട് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നമുക്ക് ഇനി സമയമുണ്ട്. ഒരു ഗ്രൂപ്പ് ഫോക്കസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇനി നല്ല സമയമുണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫോക്കസ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്, എങ്ങനെ പഠിക്കണം എന്നറിയില്ല. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു ഐഡിയ കിട്ടി, പക്ഷേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയില്ല, ക്ലാസ്സസ് ഒന്നും അറിയില്ല, കൺസെപ്റ്റ് അറിയില്ല, നോട്ടില്ല, അങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സസ് വേണമെങ്കിൽ അതും നോട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ ചെറിയൊരു ഫീ, ഒരു 500-600 റുപ്പീസ് മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു 600 റുപ്പീസ് നിങ്ങൾ പേ ചെയ്താൽ നിങ്ങൾക്ക് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഈ 11 ചാപ്റ്ററിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നോട്ട്സും ക്ലാസ്സും എല്ലാം, നിങ്ങൾക്ക് പ്രീവിയസ് ഇയറും എല്ലാം നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഒരു 600 റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്. സോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുവാണെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഇതിനകത്ത് ഈ ഒരു ക്ലാസ്സിനകത്ത് ക്ലാസ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഞാൻ തരും. പ്ലസ് നോട്ടുണ്ട്, നോട്ടിൻ്റെ ഒപ്പം അതിൽ വേണ്ട തിയറിയും ഇതെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണ്ട പ്രീവിയസ് ഇയർ 4 അറ്റംപ്റ്റും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഇതിൽ. അപ്പോൾ ഇതിൻ്റെ ഫീ വരുന്നത് 600 റുപ്പീസാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ടൈമുണ്ട്, ഈ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾക്ക് കണ്ടു തീർക്കാനായിട്ട് പറ്റും. ഏകദേശം ഒരു 30-35 അവേഴ്സ് മാത്രമേ ഉള്ളൂ, അത്രയേ ഉള്ളൂ ആ ഒരു ക്ലാസ്. ഏകദേശം നിങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ശ്രമിക്കുവാണെങ്കിൽ എനിക്കൊന്നൊരു 1 വീക്ക് കൊണ്ട് തീർക്കാൻ പറ്റും കോസ്റ്റ് അക്കൗണ്ടിങ്. ഇത് എനിക്ക് ഉറപ്പാണ്. നിങ്ങൾ ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും. നോട്ട്സിൽ ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻ, ഒരു ചാപ്റ്ററിൽ നിന്ന് 10-20ഓളം ക്വസ്റ്റ്യൻസ്, 27ഓളം ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്തതൊക്കെ ഉണ്ട്. എല്ലാം എടുത്താണ് പോകുന്നത്, ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല. സോ ക്ലാസ്സസിനെ പറ്റി ഫർദർ ഡീറ്റെയിൽസോ ക്ലാസ് പർച്ചേസ് ചെയ്യണം എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഇപ്പോൾ നോട്ട്സും അതുപോലെ ക്ലാസ്സും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പിന്നെ അല്ലാതെ ഇതുപോലെ നിങ്ങൾക്ക് ഫർദറായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഇതുപോലെ വെയിറ്റേജസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിതിന് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ക്ലാസ് കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിപ്പോൾ ഈ സബ്ജക്റ്റിനൊന്നല്ല, ഏത് സബ്ജക്റ്റിനായാലും. ഓക്കെ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഇത്രയേ ഉള്ളൂ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടും. ഇതിനെ ബേസ് ആക്കിക്കൊണ്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ക്ലാരിറ്റി ഇല്ലാത്തവരാണ്, നോട്ട്സ് ഇല്ല, പ്രീവിയസ് ഇയർ ഇല്ല, ഒന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ പല സ്ഥലങ്ങളിലായി കിടക്കുന്നതേ ഉള്ളൂ, റിസോഴ്സസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഓപ്പൺലി നിങ്ങളത് ക്ലാസ് വാങ്ങി കണ്ടു തുടങ്ങിക്കോളൂ. ഇന്നിപ്പോൾ അത്രയ്ക്കുള്ള ഡേയ്സ് 19th ആയിട്ടുള്ളൂ, ഏപ്രിൽ 19th ആയിട്ടുള്ളൂ. ഈ ഒരു മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റും. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഒരു അറ്റംപ്റ്റ് മാക്സിമം നിങ്ങൾ ക്ലിയർ ചെയ്യാൻ നോക്കുക. ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുക, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇട്ടാൽ അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. റിസൾട്ടിന് വേണ്ടി നമുക്ക് ആ ഒരു എക്സാം, ആ ഒരു നമ്മുടെ റിസൾട്ട് വരുന്ന ഡേയിൽ നമ്മുടെ ആ ഒരു സ്ക്രീനിൽ നമ്മുടെ പാസ് എന്ന് കാണുന്ന ആ ഒരു മൊമെൻറ്റും നമ്മുടെ ആ ഒരു പാരൻസിൻ്റെ ആയാലും എല്ലാവരുടെയും, ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ നമ്മുടെ ആയിക്കോട്ടെ, എല്ലാവരുടെ ഒരു ഹാപ്പിനെസ് ഒക്കെ മനസ്സിലോർത്ത് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി ഇരുന്ന് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കുക. മാക്സിമം ഒരു 8 മണിക്കൂർ
മണിക്കൂറെങ്കിലും ദിവസവും ഇരിക്കുക, അങ്ങനെ ക്ലാസ് കണ്ട് ഒപ്പം പഠിച്ച് പോവുക. അപ്പോൾ അത് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ്സസ് ഞാൻ ഇന്ന് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കാം. ഇനി അല്ലാതെ നിങ്ങൾക്ക് സബ്ജക്ട്സിൻ്റെ വെയിറ്റേജ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ്സ് പറഞ്ഞാൽ മതി, ബാക്കി സബ്ജക്റ്റിൻ്റെ നമുക്ക് ഫർദറായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്.